വാട്സ്അപ്പ് ഗൈസ്, എൻ്റെ എം ടെക് ഹിയർ. സോ ആപ്പിൾ ഇപ്രാവശ്യം 3 ആപ്പിൾ വാച്ചസ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആപ്പിൾ വാച്ച് സീരീസ് 8, SE2 ആൻഡ് ഏറ്റവും പുതിയ ആപ്പിൾ വാച്ച് അൾട്ര. അപ്പോൾ നമുക്ക് സീരീസ് 8 വെച്ച് തുടങ്ങാം. സീരീസ് 8 വെച്ച് തുടങ്ങുകയാണെങ്കിൽ കാണാൻ സീരീസ് 7 പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഡിസൈൻ ഡിഫറൻസ് ഒന്നുമില്ല. ആ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ബ്രൈറ്റ്നസ് ഇത്തിരി കൂടിയിട്ടുണ്ട് ഡിസ്പ്ലേയുടെ. പിന്നെ ഇപ്രാവശ്യം പുതിയൊരു സെൻസർ വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഉള്ള ECG, ബ്ലഡ് ഓക്സിജൻ, അത് കൂടാതെ പുതിയൊരു ടെമ്പറേച്ചർ സെൻസർ വരുന്നുണ്ട്. 2 വരുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ താഴെയും ഒന്ന് നമ്മുടെ സ്കിന്നായിട്ട് കോൺടാക്ട് വരുന്ന സെൻസറാണ്. ഈ സെൻസർ വരുന്നതുകൊണ്ട് തന്നെ സൈക്കിൾ ട്രാക്കിംഗ് ആപ്പിൾ വാച്ചിലുള്ള ഫീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടി പ്രാവശ്യം ഓവുലേഷൻ ഇൻഫോർമേഷനും കൂടി ഉണ്ട്. ആൻഡ് ഇനി രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാ 5 സെക്കൻഡും ടെമ്പറേച്ചർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് നമ്മൾ ഉറങ്ങുമ്പോഴുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസിൻ്റെ ഒരു ഇൻഫോർമേഷനും കൂടി അവൈലബിൾ ആയിരിക്കും. പിന്നെ ആപ്പിൾ ഇപ്രാവശ്യം ഫോൾ ഡിറ്റക്ഷൻ ഓൾറെഡി ആപ്പിൾ വാച്ചിലുണ്ട്. അത് കൂടാതെ ക്രാഷ് ഡിറ്റക്ഷനും കൂടി കൊണ്ടുവരുന്നുണ്ട്. ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ പുതിയ സെൻസേഴ്സ് വെച്ചിട്ട് നമ്മളെ കാർ എങ്ങാനും ഇടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി വാച്ച് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എമർജൻസി സർവീസസിന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആക്ടിവിറ്റി ആപ്പിൽ റണ്ണിങ് ആക്ടിവിറ്റിയിൽ ഇപ്പോൾ സ്ട്രൈഡ് ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഒരു പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ സ്ട്രൈഡ് ലെങ്ത് നമുക്ക് നമ്മളായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് ടൈം അത് കൂട്ടാൻ പറ്റും, അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്വിമ്മിങ് ആക്ടിവിറ്റിയിൽ വരുമ്പോൾ ആപ്പിൾ വാച്ചിൽ ഈ ക്രൗൺ തിരിച്ചിട്ട് നമുക്ക് ആപ്പിൾ വാച്ചിൽ നിന്നുള്ള വെള്ളം ഇജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അത് ഇപ്പോൾ സ്വിമ്മിങ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇനാബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൾ വാച്ച് തന്നെ വാട്ടറൊക്കെ പുറത്തേക്ക് വിട്ടോളും. ആൻഡ് ഇതെല്ലാം സ്വിം പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്, ക്രാക്ക് റെസിസ്റ്റൻറ്റും ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പ്രൂഫ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. സോ പ്രൂഫ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്രൂഫാണ്, റെസിസ്റ്റൻസ് എന്നല്ല, പ്രൂഫ് എന്നാണ്. സോ സ്വിം പ്രൂഫാണ്, അല്ലാണ്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കാനല്ല, സ്വിം പ്രൂഫാണ്. പക്ഷേ ക്രാക്ക് റെസിസ്റ്റൻസ് ആണ്. ബിക്കോസ് അഗൈൻ ഗ്ലാസ് ഇസ് ഗ്ലാസ് ആൻഡ് ഗ്ലാസ് ബ്രേക്സ്, എവറിത്തിങ് പറയുന്ന പോലെ. പിന്നെ പുതിയ നൈക്കി ബാൻഡ്സ് ഉണ്ട്. പിന്നെ ഭയങ്കര പൈസ കൂടിയ ഏംസ് ബാൻഡ്സ് ഉണ്ട്. അതിനൊരു പുതിയ വാച്ച് ഫേസ് ഉണ്ട്, എന്തോ ഏംസ് ആപ്പിൾ വാച്ച് സംതിങ് എക്സ്ക്ലൂസീവ് വാച്ച് ഫേസും ഉണ്ട്. പക്ഷേ നൈക്കിയുടെ വാച്ച് ഫേസസ് WatchOS 9 തൊട്ട് എല്ലാ ആപ്പിൾ വാച്ചിലും കിട്ടും. ഇത്രയും നാളെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ആ നൈക്കി ആപ്പിൾ വാച്ച് വാങ്ങിക്കുമ്പോൾ അതിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിരുന്നു ഈ നൈക്കി വാച്ച് ഫേസ് എന്നുള്ള. പക്ഷേ സീരീസ് 8 തൊട്ട് എല്ലാ ആപ്പിൾ വാച്ചിലും ഈ നൈക്കി വാച്ച് ഫേസസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു WatchOS 9 ഫീച്ചർ വരുന്നത് വെച്ചാൽ ലോ പവർ മോഡാണ്. നമ്മൾ ഐഫോൺസിലൊക്കെ ഉള്ള പോലെ തന്നെ ലോ പവർ മോഡാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അൺനെസറി ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസേബിൾഡ് ആയിരിക്കും. അതുകൊണ്ട് 36 മണിക്കൂർ വരെ വാച്ച് ലാസ്റ്റ് ചെയ്യുമെന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നെ WatchOS 9 ഇന്റർനാഷണൽ റോമിങ്ങും അവൈലബിൾ ആയിരിക്കും. സീരീസ് 5 തൊട്ടുള്ള വാച്ചസിലാണ് ഇന്റർനാഷണൽ റോമിംഗ് ഉണ്ടാവുക. സോ ഇനി നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുമ്പോൾ വാച്ചും ആ കാരിയറായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ വാച്ച് സീരീസ് 8 കളേഴ്സിലേക്ക് വരുമ്പോൾ മിഡ് നൈറ്റ് ഉണ്ട്, സ്റ്റാർലൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതൊക്കെയാണ് അലുമിനിയം കേസിംഗിൽ നമുക്ക് വരുന്നത്. സ്പോർട്സ് ആയിട്ട് വരുന്ന അലുമിനിയം കേസിംഗിൽ വരുന്ന അതാണ്. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസിംഗിൽ 3 കളർ വരുന്നത്, സിൽവർ, ഗോൾഡ് ആൻഡ് ഗ്രാഫൈറ്റ്. ആൻഡ് ഇതിന് 46,000 രൂപ ആണ് റൗണ്ടർ അപ്പ്. 45,900 കണ്ടാണ് കറക്റ്റ് പ്രൈസ് വരുന്നത്. 46,000 രൂപയാണ് നമ്മുടെ നാട്ടിൽ പ്രൈസ് വരുന്നത്. ഇനി ആപ്പിൾ വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ബൈയിങ് ഗൈഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിവിടെ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. സോ ദാറ്റ് നിങ്ങൾ ഇനി ഇപ്രാവശ്യം വാച്ച് വാങ്ങിക്കണോ അതോ ഇനി ഒരു കൺഫ്യൂസ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ആ വീഡിയോ ഉണ്ടായി ഉറപ്പായിട്ടും കൺഫ്യൂഷൻസ് ഒക്കെ പോയി ഒരു ഡെഫിനറ്റ് ഡിസിഷനിൽ എത്തുന്നതായിരിക്കും. സോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ വീഡിയോ കണ്ടുനോക്കുക. ഇനി നമ്മുടെ ബഡ്ജറ്റ് ആപ്പിൾ വാച്ച് SE2. സോ SE2ലും S8 ചിപ്പ് തന്നെ വരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സീരീസ് 8ന് S8 അപ്ഗ്രേഡും കൂടി ഉണ്ട്. സ്ഥിരം ഉണ്ടാവുന്നതാണ്. സോ അത് മോർ പവർ എഫിഷ്യൻ്റ് ആണ്. അതേ സെയിം സീരീസ് 8ലത്തെ ചിപ്പ് സെറ്റ് നമുക്ക് SE2ലും വരുന്നുണ്ട്. പക്ഷേ SE2ൻ്റെ ഡിസ്പ്ലേ പഴയ ഡിസ്പ്ലേ തന്നെയാണ്. ആ ബെസൽലെസ് ഡിസ്പ്ലേ ഒന്നുമല്ല. നമുക്കൊരു സീരീസ് 6 ഒക്കെ വരുന്നുണ്ടായിരുന്ന അതേ ബെസലൊക്കെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ബ്രൈറ്റ്നസ് 1000 nits തന്നെ ഉണ്ട്, പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. പിന്നെ ഇപ്രാവശ്യം ബാക്ക് കേസ് കളർ മാച്ച്ഡ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ആപ്പിൾ വാച്ചസിനൊക്കെ ബാക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. പക്ഷെ ഇത് എന്തോ ഒരു പുതിയൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കേസിന്റെ കളർ എന്താണോ അതേ കളറിൽ തന്നെ മാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക് കേസ് വരുന്നത്. പിന്നെ ഇതിന് ഈ പറഞ്ഞ ടെമ്പറേച്ചർ സെൻസറോ ECGയോ ബ്ലഡ് ഓക്സിജൻ ഇതൊന്നുമില്ല. നമുക്കുള്ള പണ്ടത്തെ ഹാർട്ട് റേറ്റ് സെൻസർ മാത്രമേ ആപ്പിൾ വാച്ച് SE2ലുള്ളൂ. പിന്നെ ഫോൾ ഡിറ്റക്ഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ ക്രാഷ് ഡിറ്റക്ഷനും ഉണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് SE2ൻ്റെ ഡിഫറൻസസ് വരുന്നത്. ഇതിന്റെ പൈസ 30,000 രൂപയാണ്. 29,900 കറക്റ്റ് പ്രൈസ് വരുന്നത്. ബട്ട് 30,000 രൂപ. ഇനിയാണ് ആപ്പിൾ വാച്ച് അൾട്ര. സോ ആപ്പിൾ വാച്ച് അൾട്ര ഒരു വെറുതെ ഒരു എക്സ്പെൻസീവ് വാച്ചായിട്ടല്ല ഇറക്കിയിട്ടുള്ളത്. ഈ ഗാർമെൻ്റ് ഒക്കെ വാച്ചസൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മല കയറാൻ പോണവരും കാട്ടി പോണവരും അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ആപ്പിൾ വാച്ച് അൾട്ര. അതല്ലാണ്ട് പണ്ട് ആപ്പിൾ ഒരു $17,000 $10,000 ശരിക്കുള്ള 24 കാരറ്റ് ഗോൾഡ് അങ്ങനത്തെ ഒക്കെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പൈസ കൊടുത്ത് നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇത് അങ്ങനത്തെ ഒരു സാധനമല്ല. അപ്പോൾ ഇത് കൂടുതലും
കുറേ എക്സ്ട്രാ അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഫീച്ചേഴ്സുള്ള ആപ്പിൾ വാച്ച് ആയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. സോ ഇതിന് ഫസ്റ്റ് വരുന്നത് ടൈറ്റാനിയം കേസാണ് ഇതിൻ്റെ ആപ്പിൾ വാച്ച് കേസ് വരുന്നത്. ഫ്ലാറ്റ് സഫയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. സഫയറിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ സ്ക്രാച്ച് റെസിസ്റ്റൻസും ക്രാക്ക് റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിസ്പ്ലേ പൊട്ടും. സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഒട്ടും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് ഡിസ്പ്ലേ പൊട്ടില്ല, അങ്ങനെയാണ്. സോ ഇതിന് ഭയങ്കര സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് ക്രാക്ക് ആവുന്ന ഡിസ്പ്ലേ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആ കേസിൻ്റെ ഉള്ളിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊന്നും സൈഡിൽ നിന്നൊന്നും തട്ടില്ല. ഡയറക്റ്റ് ഇമ്പാക്ട് വന്നാലേ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. പക്ഷെ സൈഡിൽ നിന്നും തട്ടി പൊട്ടുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. സീരീസ് 8 പ്രശ്നം ഉണ്ടാവും, SE2 ഉണ്ടാവും, കാരണം ഗ്ലാസ് ഇങ്ങനെ കർവ് ഗ്ലാസ് ആയതുകൊണ്ട്. പിന്നെ 49mm ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആപ്പിൾ വാച്ച് സൈസ്. നേരത്തെ ഞാൻ സൈസ് പറഞ്ഞില്ല. സീരീസ് 8 45mm വരുന്നുണ്ട്, 42mm വരുന്നുണ്ട്. SE2 പഴയതായതുകൊണ്ട്, ആ പഴയ ഡിസ്പ്ലേ ആയതുകൊണ്ട് 44ഉം 41ഉം ആണ്. ആപ്പിൾ വാച്ച് അൾട്രയ്ക്ക് ഒറ്റ സൈസേ ഉള്ളൂ, ഈ 49mm ആണ്. പിന്നെ ഞാൻ നമ്മൾ ന്യൂസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൗസിംഗ് ഉണ്ട്. ഹൗസിങ്ങിൽ ആണ് ആ വലിയ ക്രൗണും ബട്ടണൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ നമുക്കൊരു എക്സ്ട്രാ ബട്ടൺ ഉണ്ട്, ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സാധനത്തിന് ആക്സസ് വേണമെങ്കിൽ അപ്പോൾ തന്നെ ഈ ബട്ടൺ അമർത്തിയാൽ മതി. അതുപോലെ ഒരു റെഡ് കളർ നൈറ്റ് മോഡ് ഉണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു റെഡ് കളർ നൈറ്റ് മോഡ് ഉണ്ട്. 2 സ്പീക്കേഴ്സും ഉണ്ട്. ഈ സ്പീക്കേഴ്സിന് വേറെ കാര്യം എന്ന് വെച്ചാൽ 86 ഡെസിബിൾ വരെ ശബ്ദമുള്ള ഒരു എമർജൻസി സൈറൻ വിടാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ എങ്ങാനും നമ്മളൊരു എന്തെങ്കിലുമൊക്കെ നമ്മളെന്നല്ല, ഇതൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ ഈ സൈറൻ വെച്ചിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ അലേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി ലൈഫ്, ഇതിന് സ്റ്റാൻഡേർഡ് ബാറ്ററി ലൈഫ് വരുന്നത് 36 മണിക്കൂറാണ്. മറ്റേതിന് ലോ പവർ മോഡിലാണ് 36 hours പറഞ്ഞത്. നോർമൽ മോഡ് എനിക്ക് തോന്നുന്നത് 18 hours എങ്ങാണ്ടാണ് സീരീസ് 8 ബാറ്ററി ലൈഫ് വരുന്നത്. സീരീസ് 8 SE2 ബാറ്ററി ലൈഫ് വരുന്നത്. പക്ഷേ ആപ്പിൾ വാച്ച് അൾട്ര നോർമൽ മോഡിൽ തന്നെ 36 hours ആണ്. ഇനി ഒരു ഫ്യൂച്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനിൽ 60 മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാർമിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. ഗാർമിനൊക്കെ 150 hours ഒക്കെയാണ് ബാറ്ററി ലൈഫ് പറയുന്നത്. ഗാർമിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ആപ്പിളിനെ കളിയാക്കിയിട്ട്, വി മെഷർ ബാറ്ററി ലൈഫ് ഇൻ മന്ത്സ് നോട്ട് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മേ ബി ഇവൻച്വലി ആപ്പിൾ വിൽ ഗെറ്റ് ദർ. ബട്ട് ഗാർമിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഐഫോൺ ഇൻറ്റിഗ്രേഷനും ഒന്നും ഉണ്ടാവില്ല. ആ പറഞ്ഞ ആക്ടിവിറ്റീസിന് അടിപൊളിയായിരിക്കും. ആപ്പിൾ വാച്ച് ആകുമ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് പോലെ സോഫ്റ്റ്വെയറും ഉണ്ട്, അന്ന് അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ട ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ പുതിയ 3 ബാൻഡ്സ് ഉണ്ട്, ആൽപൈൻ ലൂപ്പ്, ഓഷ്യൻ ബാൻഡ്, ട്രെയിൽ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. MKBHയുടെ വീഡിയോയിൽ പുള്ളി പഴയ ബാൻഡ്സ് സ്വാപ്പ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ വാച്ച് ബാൻഡ്സ് ആപ്പിൾ വാച്ച് അൾട്ര ആയിട്ടും വർക്ക് ആവുന്നതായിരിക്കും. അതുകൊണ്ട് പുതിയ ബാൻഡ്സ് അതിന് വേണ്ടി വേറെ വാങ്ങിക്കേണ്ട വരില്ല. പിന്നെ GPS ട്രാക്കിംഗ് ഭയങ്കര പ്രിസൈസ് ആക്കിയിട്ടുണ്ട്. GPS ഇപ്പോൾ 2 ബാൻഡ് L1 + L5 ആണ് ഇപ്പോൾ ട്രാക്കിംഗ് വരുന്നത്. അതുകൊണ്ട് ഈ ബിൽഡിങ്സിൻ്റെ ഇടയിൽ പോയാലും നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള GPS ട്രാക്കിംഗ് കിട്ടും. കോമ്പസ് ആപ്പും പുതിയതായിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഒരു മൗണ്ടനൊക്കെ കയറി പോവുകയാണെങ്കിൽ നമ്മളെന്നല്ല കയറി പോകുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വെയ്റ്റ് പോയിന്റ്സ് ഇങ്ങനെ മെഷർ ചെയ്ത് വെക്കും. സോ എങ്ങാനും അവർ ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ വെയ്റ്റ് പോയിന്റ്സ് ഫോളോ ചെയ്ത് തിരിച്ച് അവർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് വരാൻ പറ്റും. അത് പുതിയ കോമ്പസ് ആപ്പിലത്തെ ഒരു ഫീച്ചറാണ്. പിന്നെ ഡൈവ് ചെയ്യണവർക്കും ഇപ്പോൾ ഈ ആപ്പിൾ വാച്ച് ഭയങ്കര ഡെപ്തിൽ കൊണ്ടുപോകാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. അതിനുള്ള റേറ്റിംഗും ഉണ്ട്, മിലിറ്ററി ഗ്രേഡ് റേറ്റിംഗും ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടിയും $800 US വരുന്നത്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ 90,000 രൂപയാണ് വാച്ചിന് വരുന്ന പ്രൈസ്. സോ അത് ഭയങ്കര കൂടുതലാണ്. ബട്ട് അഗെയിൻ അങ്ങനത്തെ ആവശ്യങ്ങളുള്ളവർ വാങ്ങിക്കുമ്പോൾ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അല്ലാണ്ട് വെറുതെ വാങ്ങിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ദാറ്റ് ഇസ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ബൈയിങ് ഗൈഡ് കാണാം. സോ ദാറ്റ് വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് വിച്ച് വാച്ച് ടു ഗെറ്റ്. ആൻഡ് ഇതൊക്കെയാണ് ആപ്പിൾ വാച്ചിൻ്റെ പുതിയ അപ്ഡേറ്റ്സും ഡിഫറൻസസും ഒക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.